തൃശൂർ റൂറൽ ജില്ലയിൽ ലഹരിമരുന്ന്, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കെതിരെ വ്യാപക പോലീസ് നടപടികൾ. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടത്തിയ റെയ്ഡുകളിൽ ഇതുവരെ 31 പ്രതികളെ റിമാൻഡ് ചെയ്തതായി പോലീസ് അറിയിച്ചു. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക പരിശോധനകളിലാണ് ജില്ലയിൽ ഉടനീളം വ്യാപക റെയ്ഡുകൾ നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഇതുവരെ 73 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, MDMA, നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവ വൻതോതിൽ പിടികൂടിയതായാണ് പോലീസ് അറിയിപ്പ്. ആളൂരിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. താഴേക്കാട് സ്വദേശികളായ ആയുഷ് ജയൻ, ആളൂർ സ്വദേശിയായ വിഷ്ണുദേവ് എന്നിവരാണ് പിടിയിലായത്. കുരിശുപള്ളിക്ക് സമീപമുള്ള വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMA കണ്ടെത്തിയത്. വരന്തരപ്പിള്ളിയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച MDMAയും കഞ്ചാവുമായി മുനീർ അറസ്റ്റിലായി. ഇയാളുടെ ഓട്ടോറിക്ഷയിൽ നടത്തിയ പരിശോധനയിൽ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച കഞ്ചാവും പിടികൂടി. കൊരട്ടിയിൽ റെയിൽവേ സ്റ്റേഷൻ പാർക്കിംഗ് സമീപത്ത് നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി അവിനാഷ് പിടിയിലായി. വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് മയക്കുമരുന്ന് കൈവശം വെച്ചതെന്ന് പോലീസ് പറയുന്നു. മാളയിൽ സമാന രീതിയിൽ കഞ്ചാവുമായി രോഹിത് പിടിയിലായി. പഞ്ചായത്ത് ഗ്രൗണ്ടിന് സമീപം നടത്തിയ പരിശോധനയിലാണ് ഇയാൾ വലയിലായത്. വെള്ളിക്കുളങ്ങരയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഫൈസൽ അബ്ദുള്ള അറസ്റ്റിലായി. പോട്ടയിൽ നടത്തിയ പരിശോധനയിൽ ബ്രിജ്മോഹൻ എന്നയാളെയും സമാന കേസിൽ പോലീസ് പിടികൂടി. അന്തിക്കാട് കാഞ്ഞാണി ബസ് സ്റ്റാൻഡിനുള്ളിൽ നടത്തിയ പരിശോധനയിൽ ഫ്രാങ്കി ജോൺ, സുരേഷ് എന്നിവരെയും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലയിൽ ലഹരി വ്യാപനത്തിനെതിരെ ശക്തമായ നടപടികൾ തുടരുകയാണെന്നും കൂടുതൽ പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നും പോലീസ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ.